അതിനൊക്കെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്തു. അതൊക്കെ പേഴ്സണൽ അല്ലേ. ഞാൻ അനുവിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷം കരിയറിൽ തന്നെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ച 2 കലാകാരികളാണ് സീരിയൽ താരം അനുമോളും അവതാരകയും മോഡലുമായ ലക്ഷ്മി നക്ഷത്രയും. ഇരുവരും സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് അടുത്ത സുഹൃത്തുക്കളായതും. അനു ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയാണ്. ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയാണെന്ന് മാത്രമല്ല, ജനപിന്തുണയിലും അനു മുന്നിലാണ്. ഹൗസിലെ കണ്ടന്റ് മേക്കേഴ്സിൽ ഒരാളും അനുവാണ്. ആദ്യമായാണ് ഒരു റിയാലിറ്റി ഷോയിൽ അനുമോൾ ഭാഗമാകുന്നത്. ആദ്യത്തെ ആഴ്ച അനുമോൾക്ക് ഹൗസിലെ ബഹളങ്ങളും ആവശ്യമില്ലാത്ത വഴക്കുകളും മറികടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇമോഷണലാവുന്ന പ്രകൃതമായിരുന്നു. എന്നാലിപ്പോൾ കളി പഠിച്ചാണ് അനു ഓരോ ചുവടും വയ്ക്കുന്നത്. സീരിയൽ രംഗത്തുള്ളവരെല്ലാം അനുവിനെയാണ് പിന്തുണയ്ക്കുന്നത്. അനുവിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ലക്ഷ്മി നക്ഷത്രയും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രേണുവിൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. കൊല്ലം സുധിയുടെ മരണശേഷം രേണുവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളവരിൽ ഒരാളാണ് ലക്ഷ്മി. അതുകൊണ്ട് തന്നെ അനുവിനെ പിന്തുണച്ച ലക്ഷ്മി എന്തുകൊണ്ടാണ് രേണുവിന് സപ്പോർട്ട് ആവശ്യപ്പെട്ട് പോസ്റ്റൊന്നും പങ്കിടാതിരുന്നതെന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമാ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ അതിനുള്ള മറുപടി നൽകുകയാണ് ലക്ഷ്മി. അനു തൻ്റെ അനിയത്തിക്കുട്ടിയാണെന്നും സപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ രേണു പോകുന്ന കാര്യം പോലും തന്നോട് പറഞ്ഞിരുന്നില്ലെന്നും ലക്ഷ്മി പറയുന്നു. അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. പക്ഷേ രേണുവിന് വേണ്ടി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടില്ല. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അനു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേച്ചി ബ്ലസ് ചെയ്യണം, എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. മാത്രമല്ല എത്രയാണെങ്കിലും അനു എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ. രേണുവുമായും ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. ഞാൻ മീഡിയയിൽ ഉള്ളതുകൊണ്ട് ആരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. പക്ഷേ രേണു അത്രയും ക്ലോസ് ആയിട്ടും അതിനു മുമ്പൊക്കെ മാസം വരെ എല്ലാ കാര്യങ്ങളും എന്നോട് അപ്ഡേറ്റ് ചെയ്തിട്ടും ബിഗ് ബോസിൽ പോകുന്നുവെന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. അനു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. മാത്രമല്ല എത്രയായാലും അവൾ എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. പറഞ്ഞിട്ടുമാണ് പോയത്. അതുകൊണ്ട് അനുവിനോട് ഒരല്പം ഇഷ്ടം കൂടുതലുമല്ലോ. പിന്നെ രേണു എന്നോട് പറഞ്ഞിട്ടില്ല. സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയവരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. പക്ഷേ രേണു നന്നായി ഗെയിം കളിക്കട്ടെ എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അനുവും രേണുവും തമ്മിൽ ഹൗസിൽ വെച്ച് തുടക്കത്തിൽ സൗഹൃദമുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം പേനിൻ്റെ വിഷയത്തിൽ അനു രേണുവിനെ വിമർശിച്ച ശേഷം ഇരുവർക്കും ഇടയിൽ ഒരു ശീതയുദ്ധം നടക്കുന്നുണ്ട്. രേണുവിന് വൃത്തിയില്ലെന്നും കുളിക്കാറില്ലെന്നും തലയിൽ നിറയെ പേനാണെന്നുമൊക്കെ അനു പറഞ്ഞത്. രേണുവിൻ്റെ ശരീരത്തിൽ വന്നിരുന്ന പേനുകൾ താനാണ് പലപ്പോഴും പെറുക്കി കൊടുത്തതെന്നും അനു പറഞ്ഞിരുന്നു.